മൻ സറഹു അൻ യൽഖല്ലാഹ ഗദം മുസ്ലിമാ, ഒരാൾക്ക് മുസ്ലിമായി മരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ, എന്താ എല്ലാവരുടെ ആഗ്രഹം മുസ്ലിമായി മരിക്കണം എന്നല്ലേ? എല്ലാവരുടെ ആഗ്രഹം അങ്ങനെയാണ്, മുസ്ലിമായി മരിക്കണം. ആര് ദുആ ചെയ്തു? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പോലും അല്ലാഹുവിനോട് ദുആ ചെയ്തത്, തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, മുസ്ലിമായി നീ എന്നെ മരിപ്പിക്കണേ അല്ലാഹ്. ആരാ ദുആ ചെയ്യുന്നത്? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമാണ് ദുആ ചെയ്യുന്നത്. തവഫനി മുസ്ലിമൻ, അല്ലാഹുവേ എന്നെ മുസ്ലിമായി മരിപ്പിക്കണം, വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ എന്നെ ചേർക്കണേ എന്നുള്ള ദുആ. ഇവിടെ ചോദിക്കുന്നത് മുസ്ലിമായി മരിക്കണം എന്നൊരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്താണ് അയാൾ ചെയ്യേണ്ടത്? ഫൽയുഹാഫിദ് അലാ ഹൗലാഇസ് സ്വലവാതിൽ ഖംസി, 5 നേരത്തെ നിസ്കാരം, ഹൈതു യുനാദാ ബിഹിന്ന, എവിടെ നിന്നാണോ ബാങ്ക് വിളിക്കുന്നത് അവിടെ പോയി നിസ്കരിക്കണമെന്ന് മഹാനായ അബ്ദുല്ലാഹി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മഹാനായ ഇബ്നു മാജ ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നു മാജ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. എന്ത് ചെയ്യണം? 5 നേരം പള്ളി എവിടെ നിന്നാണോ ബാങ്ക് വിളിക്കുന്നത് അവിടെ പോയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിച്ചാലേ ഈമാൻ സലാമത്തായിട്ട് മരിക്കാൻ കഴിയുള്ളൂ. മൻ സറഹു അൻ യൽഖല്ലാഹ ഗദാ, മുസ്ലിമായി മരിക്കണമെന്നൊരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഫൽയുഹാഫിദ് അലാ ഹാദിഹിസ് സ്വലവാതിൽ ഖംസി, 5 നേരത്തെ നിസ്കാരം, ഹൈതു യുനാദാ ബിഹിന്ന, എവിടെ നിന്നാണോ വിളിക്കുന്നത് അവിടെ പോയി നിസ്കരിക്കണം. ഫഇന്നഹുന്ന മിൻ സുനനിൽ ഹുദാ, ഇത് അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. വമാ യതഖല്ലഫു അൻഹാ ഇല്ലാ മുനാഫിഖുൻ മഅലൂമുൻ നിഫാഖ്, ഈ ജമാഅത്തിന് വരാതെ പിന്തി നിൽക്കുന്നത് അറിയപ്പെട്ട മുനാഫിഖീങ്ങൾ മാത്രമാണ് എന്ന് വളരെ സ്വഹീഹായ ഹദീസുകളിൽ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരോഗ്യമുണ്ടായിട്ടും സമയമുണ്ടായിട്ടും ബാങ്കിന്റെ വിളി കേട്ടിട്ട് പള്ളിക്ക് വരാത്ത നമ്മൾ എങ്ങനെയാണ് മുസ്ലിമീങ്ങളായി മരിക്കുന്നത്? കൈബന്ധിച്ചാൽ മാത്രം മതിയോ? മുസ്ലിമായി മരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായാൽ മാത്രം മതിയോ? മുസ്ലിമായി മരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായാൽ മാത്രം മതിയോ? പണിയെടുക്കണ്ടേ? കാസർഗോഡ് പോകണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ ഞാൻ കാസർഗോഡ് എത്തുമോ? അവിടേക്ക് ഞാൻ യാത്ര ചെയ്യണ്ടേ? അതേപോലെ മുസ്ലിമായി മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ ഇങ്ങനെ 5 നേരം പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ വിളി കേൾക്കുമ്പോൾ പള്ളിയിലേക്ക് ജമാഅത്തിനെത്തണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാങ്കിന്റെ വിളി അഥവാ ഈ പള്ളി എവിടൊക്കെ ബാങ്ക് കേൾക്കോ അവിടൊക്കെ മൈക്ക് വെച്ചാൽ ചിലപ്പോൾ കാസർഗോഡ് വരെ എത്താൻ പറ്റും. മൈക്ക് വെച്ചിട്ടുള്ള ബാങ്കിന്റെ വിളിയല്ല. ഈ പള്ളിയിൽ നിന്ന് മൈക്ക് വെച്ചാൽ എവിടൊക്കെ കോഴിക്കോട് എത്തൂലേ? 100 കിലോമീറ്റർ ഇങ്ങനെ ബോക്സ് വെച്ചാൽ കോഴിക്കോട് എത്തൂലേ? അതല്ല, പള്ളിയിൽ നിന്ന് മൈക്കിന്റെ ആവശ്യമൊന്നുമില്ല. നല്ല നിശബ്ദമായ സമയത്ത് ഉയർന്ന സ്ഥലത്ത് നല്ല ഉച്ചത്തിലുള്ള ഒരാൾ ബാങ്ക് കൊടുക്കുമ്പോ ഇവിടെ എവിടൊക്കെ എത്തവരൊക്കെ ജമാഅത്തിന് നിർബന്ധമായിട്ട് എത്തണം. അത് പരിശുദ്ധ ഹദീസാണ്. മൻ സറഹു അൻ യൽഖല്ലാഹ ഗദം മുസ്ലിമാ, മുസ്ലിമായി മരിക്കണമെങ്കിൽ 5 നേരം ജമാഅത്തിന് പള്ളിയിലേക്ക് വരണമെന്നാ പറഞ്ഞത്. അപ്പൊ അതിന്റെ നേരെ ഒരു വിപരീതമുണ്ട്. എന്താ? ഇതിനൊരു ഓപ്പോസിറ്റ് ഇല്ല, ഇതിന്റെ അർത്ഥത്തിനൊരു ഓപ്പോസിറ്റ് ഇല്ല, വിപരീതമില്ലേ? 5 നേരം പള്ളിക്ക് വന്നില്ലെങ്കിൽ മുസ്ലിമായി മരിക്കാൻ പ്രയാസമാണ്. ഇല്ല, അങ്ങനെ ഒരു അർത്ഥമില്ല. മൻ സറഹു അൻ യൽഖല്ലാഹ ഗദം മുസ്ലിമാ, ഒരാൾക്ക് മുസ്ലിമായി മരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 5 നേരം പള്ളിക്ക് പോകണം. ആഗ്രഹമില്ലെങ്കിൽ, പള്ളിക്ക് പോയില്ലെങ്കിൽ മരിക്കാൻ കഴിയില്ല. സൂക്ഷിക്കേണ്ട വിഷയം പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് സഹോദരങ്ങളോടൊക്കെ പറയാനുള്ളത്, ഇത്രയും മനോഹരമായൊരു പള്ളി 2 കോടി രൂപയോളം ചെലവഴിച്ച് നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു. ഇനി എന്ത്? ഇനി ഈ പള്ളിയെ നിറക്കണം. നമ്മൾ ഈ പള്ളിയിലേക്ക് നമ്മൾ ജമാഅത്തിന് കടന്നു വരണം. ഓരോ വഖത്തും നമ്മുടെ നാട്ടിലുണ്ടായിരിക്കെ, ഈ മഹല്ലിലുണ്ടായിരിക്കെ. ഈ പള്ളിയുടെ ചുറ്റുമുള്ള നാടാണ് ഈ മഞ്ഞപ്പെട്ടി എന്ന് പറയുന്നത്. ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള വീട്ടുകാർ ഈ പള്ളിയിലേക്ക് തന്നെ വരണം. ഇനി മറ്റുള്ള ഓരോ പള്ളികൾ, ഓരോ മഹല്ലുകളുണ്ട്, അവിടെ അതിന്റെ ചുറ്റുമുള്ള ആളുകൾ ആ പള്ളിയിലേക്ക് പോകണം. നമ്മുടെ വീടിന്റെ അടുത്തുള്ള പള്ളി ഏതാണോ ആ പള്ളിയിലേക്ക് ജമാഅത്തായി നിസ്കരിക്കാൻ നമ്മൾ പോകണം. ഒരിക്കലും വീട്ടിൽ വെച്ചുള്ള നിസ്കാരം ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല.
നമ്മുടെ നിസ്കാരങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല നിസ്കാരം, അഫ്ളലായ നിസ്കാരം ഏതാ? സലാത്തുർ റജുലി ഫീ ബൈതിഹി, ഒരാൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന നിസ്കാരമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളുടെ നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം അയാൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന നിസ്കാരമാണ്. രണ്ടും വൈരുദ്ധ്യം. വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന നിസ്കാരമാണ് ഏറ്റവും അഫ്ളൽ. പള്ളിക്ക് പോയില്ലെങ്കിൽ ഈമാൻ സലാമത്തായിട്ട് മരിക്കാനും കഴിയില്ല. രണ്ടും വിരോധാഭാസം അല്ല. ഇല്ലൽ മക്തൂബ, ഫർള് നിസ്കാരം ഒഴികെ. അതിനുശേഷം വരുന്നുണ്ട് ഫർള് നിസ്കാരം. ഫർള് പള്ളിയിൽ തന്നെ, ഫർളിന് എക്സ്ക്യൂസ് ഇല്ല, ഫർള് പള്ളിയിൽ തന്നെ. പിന്നെയോ സുന്നത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന സുന്നത്താണ്. സുന്നത്ത് നിസ്കരിക്കേണ്ടത് എവിടെ അല്ല എന്ന് മനസ്സിലായി? സുന്നത്ത് നിസ്കരിക്കേണ്ടത് പള്ളിയിലല്ല, സുന്നത്ത് നിസ്കരിക്കേണ്ടത് വീട്ടിലാണ്. സുന്നത്തുകൾ നിസ്കരിക്കേണ്ടത് വീട്ടിലാണ്, പള്ളിയിലല്ല. നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറിടങ്ങളാക്കരുത്, ഖബറിന് സമമാക്കരുത്. ഫർദ് നിസ്കാരം കഴിഞ്ഞാൽ അതിൽ നിന്നൊരൽപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യയുടെ കൂടെ, അവിടെയുള്ള പെൺമക്കളുടെ കൂടെ സുന്നത്ത് നിസ്കരിക്കണം. ഇപ്പൊ സുബഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ഭാര്യയുടെ കൂടെ, മക്കളുടെ കൂടെ ഒന്നിച്ച് നിസ്കരിച്ച് പുരുഷന്മാരായ പ്രായപൂർത്തിയെത്തിയ എല്ലാ ആളുകളും ജമാഅത്തിന് പള്ളിയിലേക്ക് വരണം. അപ്പൊ എന്തൊക്കെയായി? കുടുംബം ഒന്നിച്ച് നിസ്കരിക്കലായി, സുന്നത്ത് നിസ്കാരം വീട്ടിൽ വെച്ച് നിർവഹിക്കലായി, ജമാഅത്തിന് പള്ളിയിലേക്ക്. ളുഹറും അസ്റും മഗ്രിബും ഇശാഉം അങ്ങനെ തന്നെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം വീട്ടിൽ വെച്ച് നിസ്കരിച്ച് ജമാഅത്തിന് പള്ളിയിലേക്ക് വന്ന് ബാക്കിയുള്ള സുന്നത്ത് നിസ്കാരം വീട്ടിൽ പോയി നിസ്കരിക്കണം. സുന്നത്തുകൾ തഹജ്ജുദ് നിസ്കരിക്കേണ്ടത് പള്ളിയിലല്ല, വീട്ടിൽ വെച്ചാണ് തഹജ്ജുദ് നിസ്കരിക്കേണ്ടത്. സുന്നത്തായ കാര്യങ്ങളൊക്കെ രഹസ്യമാക്കണമെന്നും ഫർളായ കാര്യങ്ങളൊക്കെ പരസ്യമാക്കണമെന്നുമാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. സകാത്ത് കൊടുക്കുമ്പോൾ പരസ്യമാക്കണം, ഫർള് നിസ്കരിക്കുമ്പോൾ പരസ്യമാക്കണം. എന്നാൽ സ്വദഖ കൊടുക്കുമ്പോൾ പരസ്യമാക്കാൻ പാടില്ല, സുന്നത്ത് നിസ്കരിക്കുമ്പോഴും പരസ്യമാക്കാൻ പാടില്ല. അതുകൊണ്ട് പള്ളിയുടെ നിർമ്മാണം കഴിഞ്ഞ നമ്മുടെ അടുത്ത ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ബാങ്ക് വിളിക്കുമ്പോൾ ജമാഅത്തിന് വരലാണ്, ഫർള് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരലാണ്. വീട്ടിലുള്ള ഉമ്മമാരെ, നിങ്ങളുടെ ബാധ്യതയാണിത്. വീട്ടിലുള്ള ഭാര്യമാരെ, നിങ്ങളുടെ ബാധ്യതയാണിത്. ബാങ്കിന്റെ വിളിയാളം കേട്ട് വീട്ടിൽ പള്ളിയിൽ പോകാതെ നിൽക്കുന്ന നിങ്ങളുടെ ഭർത്താക്കന്മാരെ പള്ളിയിലേക്ക് പറഞ്ഞേക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. അങ്ങനെ പറഞ്ഞേക്കുന്ന നിങ്ങളെ ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം നിഅമത്തായി മാറുകയുള്ളൂ, അനുഗ്രഹമായി മാറുകയുള്ളൂ. കാരണം ഭർത്താവിനെ ദീനിയായ കാര്യങ്ങളിൽ സഹായിക്കുന്ന പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. പെണ്ണിന്റെ കടമയായത്, വീട്ടിലുള്ള ഭാര്യയുടെ കടമയാണിത്, ഉമ്മയുടെ കടമയാണിത്. അഥവാ വീട്ടിൽ ഭർത്താവുണ്ട്, ബാങ്കിന്റെ വിളിയാളം കേട്ടാൽ സുബഹിയാണെങ്കിലും ഏത് വഖത്താണെങ്കിലും പള്ളിയിലേക്ക് പോകണമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പറഞ്ഞേക്കണം ഭർത്താവിനെ, മക്കളെ. അത് വീട്ടിന്റെ ഭരണാധികാരിയായ പെണ്ണിന്റെ കടമയാണത്. അതാണ് സൗജത്തുൻ തുഈനു അഹദകും അലാ ദീനി, ഭർത്താവിനെ ദീനിയായ വിഷയങ്ങളിൽ സഹായിക്കുന്ന പെണ്ണ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഭാര്യമാരായ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ, നിങ്ങൾ മാറണം. അതിൽ മടി വേണ്ട. നിസ്കരിക്കാൻ ഭർത്താവിനെ പറഞ്ഞേക്കുന്നതിൽ പേടി വേണ്ട, ധൈര്യമായി പറഞ്ഞേച്ചോളൂ, അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. അപ്പൊ ഈ പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു വിഷയം സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി നമ്മൾക്ക് വിഷയത്തിലേക്ക് വരാം. അല്ലാഹുവിന്റെ മഹാന്മാരായ മലക്കുകൾ ഒന്നിന് പിറകെ ഒന്നായി ദിവസേന കടന്നു വരുന്നുണ്ട്. സുബഹിയുടെ സമയത്ത്, അതേപോലെ അസറിന്റെ സമയത്ത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഓരോ ആളുകളുടെ കണക്കുമായി അല്ലാഹുവിന്റെ കോടതിയിലേക്ക് തിരിച്ചുപോയി അല്ലാഹു നാളെ മഞ്ഞപ്പെട്ടി എന്ന് പറയുന്ന പ്രദേശത്തുള്ള ചെറുപ്പക്കാരുടെ കഥകൾ ചോദിക്കുമ്പോ ആരൊക്കെയാണ് പള്ളിയിലേക്ക് വന്നത്, ആരൊക്കെയാണ് നിസ്കരിച്ചത്, ആരൊക്കെയാണ് കളിച്ചത്, ആരൊക്കെയാണ് ഉറങ്ങിയത്, എല്ലാം വളരെ വ്യക്തമായി അല്ലാഹുവിന്റെ കോടതിയിൽ അവർ പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറയുന്ന മറുപടിയുണ്ട്. തറക്നാഹും വഹും യുസല്ലൂൻ വഅതൈനാഹും വഹും യുസല്ലൂൻ. അല്ലാഹുവേ, സുബ്ഹിയുടെ സമയത്താണ് ഞങ്ങൾ മഞ്ഞപ്പെട്ടി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോയത്. അപ്പോൾ അവരെല്ലാവരും ജമാഅത്തായി പള്ളിയിൽ നിസ്കരിക്കുകയാണ്. അസർ കഴിഞ്ഞാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അസറിന്റെ സമയത്തും മഞ്ഞപ്പെട്ടി എന്ന് പറയുന്ന പ്രദേശക്കാർ എല്ലാവരും നിസ്കാരത്തിലാണ് എന്ന് നമ്മെ കുറിച്ച് പറയുമ്പോ എത്ര അഭിമാനത്തോടു കൂടി അല്ലാഹു നമ്മെ നോക്കുമെന്ന് ആലോചിച്ചു നോക്കൂ. നിസ്കാരക്കാരെ കുറിച്ച് എങ്ങനെ പറയാ? അല്ലാതെ ഗ്രൗണ്ടിൽ പോയിട്ട് പന്ത് തട്ടുന്നവരെ കുറിച്ചൊന്നും ഞങ്ങൾ പോകുമ്പോഴും നിസ്കരിക്കുന്നു, വരുമ്പോഴും നിസ്കരിക്കുന്നു എന്ന് പറയില്ല.
ഞങ്ങൾ വരുമ്പോ അവര് ഉറങ്ങാൻ, സുബഹിക്ക് വരുമ്പോ നല്ല മൂടിപ്പൊതിച്ച് ഉറങ്ങാണ് അല്ലാഹ്, തിരിച്ചു വരുമ്പോ ഒരു ഗ്രൗണ്ടിൽ കളിക്കാൻ. എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഈ മറുപടി പറയിപ്പിക്കരുത്, അള്ളാഹുവിന്റെ മലക്കുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കരുത് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ചെറുപ്പക്കാരോട് പറയുകയാണ്. അള്ളാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. ഇത് ദിവസവും അള്ളാഹു റെക്കോർഡ് ചെയ്യുന്ന അമലാണ്. ദിവസവും 2 തവണ. ഇനി ശ്രദ്ധിച്ചോളൂ, ആഴ്ചയിൽ 1 തവണ വേറൊരു കണക്കുണ്ട്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. തുഅറദു അഅമാലു ബനി ആദം. സ്പീഡ് കൂടുന്നുണ്ടോ? ആദം സന്തതികളുടെ അമലുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ കോടതിയിൽ അമലുകൾ വെളിവാക്കപ്പെടുന്നുണ്ട്. കുല്ല യൗമിൻ, എല്ലാ ദിവസവും. എപ്പോൾ? ഇത്നൈനി വഫീ കുല്ലി യൗമി ഖമീസ്, എല്ലാ വ്യാഴാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും നമ്മുടെ അമലുകൾ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് പോകുന്നുണ്ട്. നേരത്തെ പറഞ്ഞത് ദിവസവും 2 തവണ, ഇപ്പൊ പറഞ്ഞത് ആഴ്ചയിൽ 2 തവണ. അതിന്റെ പുറമെയാണിത്. ഈ ആഴ്ചയിൽ 2 തവണ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് ഇവിടെയുള്ള സർവ്വജനങ്ങളുടെയും നന്മകളെ കൊണ്ടുപോയി രേഖപ്പെടുത്തിയതിനു ശേഷം ഫയർഹമുൽ മുതറഹിമീൻ, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ എന്ന് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. കരുണ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കും. മുഅ്മിനീങ്ങളെ, ഈ ഒരാഴ്ചയിൽ ആരൊക്കെയാണ് ജനങ്ങൾക്ക് സേവനം ചെയ്ത് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്? മുതറഹിമീൻ, അല്ലാഹുവിനെ റഹ്മത്ത് ചോദിക്കുന്ന ആളുകൾ, ജനങ്ങളോട് സേവനം ചെയ്യുന്ന ആളുകൾ, ജനങ്ങൾക്ക് വേണ്ടി സാമൂഹിക പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ആളുകൾ, അവർക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകുമെന്നും വയഗ്ഫിറു ലിൽ മുസ്തഗ്ഫിരീൻ, ആരൊക്കെയാണോ അല്ലാഹുവിനോട് തൗബ ചെയ്യുന്നത്, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടുന്നവരാരാ, ദുആ ചെയ്യുന്നവരാരാ, അവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്നും ശഫീഉനാ റസൂലുള്ളാഹ്. ആഴ്ചയിൽ 2 തവണ അങ്ങോട്ട് പോകുന്ന മാലാക്കമാർ ഇവിടെയുള്ള ജനങ്ങളുടെ കഥകൾ പറഞ്ഞു കൊടുത്തു. ഇന്നാലിന്ന ജനങ്ങൾ ഇങ്ങനെ ദിവസവും തസ്ബീഹ് മാല കയ്യിൽ പിടിച്ച് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ട് റബ്ബേ എന്ന് പറയുമ്പോൾ അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്ന് മാത്രമല്ല, ആ ഹദീസിന്റെ അടുത്ത ഹദീസ് എന്താണ്? അടുത്ത ഭാഗം എന്താണ്? വയത്റുകു അഹ്ലൽ ഹിഖ്ദി ബിഗില്ലിഹിം, ആരൊക്കെയാണോ പകയും വിദ്വേഷവും വൈരാഗ്യവും ചൊടിയും വെറുപ്പും കുറുമ്പുമായി ജീവിക്കുന്നത്, അഥവാ ഹൃദയത്തിൽ അസൂയയുമായി പകയുമായി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ശുദ്ധമായ മനസ്സല്ല അവരുടേത്, എന്നും കളങ്കമുള്ള ഹൃദയമാണ്. അസൂയയാണ് അവരുടെ മനസ്സിലുള്ളത്, പാരയാണ് അവരുടെ മനസ്സിലുള്ളത്, വൈരാഗ്യമാണ്, വെറുപ്പാണ്, ദേഷ്യമാണ്, ചൊടിയാണ്. ശുദ്ധമല്ലാത്ത മനസ്സുള്ളവർ, സംശുദ്ധമല്ലാത്ത ഹൃദയമുള്ളവർ, ഇത്തരം ആളുകളുടെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കാതെ അവരുടെ അമലുകൾ മാറ്റിവെക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ചൊടിച്ചിട്ടുള്ള ആളുകൾ ഈ സമയത്തായിരിക്കും ഒരു പക്ഷേ 1 ലക്ഷം രൂപ നിങ്ങൾ പള്ളിക്ക് കൊടുത്ത്, അല്ലാഹ് സ്വീകരിച്ചോ? മാറ്റിവെച്ചു. ആർക്കാ നിങ്ങളുടെ പൈസ വേണ്ടത്? 10 ലക്ഷം കൊടുത്തു പള്ളിക്ക്. ആ കൊടുത്ത ആഴ്ച നിങ്ങൾ ആരോടോ പിണങ്ങിയിട്ടുണ്ട്. ഇത്തരക്കാരുടെ ഒരു അമലും പഠിത്തം സ്വീകരിക്കൂല, നോക്കൂല. പിന്നെന്തിനാ പൈസ കളഞ്ഞ്? പിന്നെന്തിനാ രാവിലെ എണീച്ച് പള്ളിക്ക്? ഒരു അമലും നോക്കൂല. പള്ളിക്കൊന്നും പഠിച്ചോനും വേണ്ട, സ്വതക്ക ചെയ്തതും നിസ്കരിച്ചതും ഒന്നും പഠിച്ചോന് ആവശ്യമില്ല. അപ്പൊ പിന്നെ എന്തിനാ ഈ കഷ്ടപ്പെടുന്നത്? നിങ്ങൾ ഇങ്ങനെ കുറെ ആളുകളോട് ചൊടിച്ചു നിൽക്കുക, പിണങ്ങി നിൽക്കുക, തെറ്റി നിൽക്കുക, മിണ്ടാതിരിക്കുക, പരസ്പരം അസൂയയും വൈരാഗ്യവും പകയുമായി ജീവിക്കുക. എന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് തസ്ബീഹ് മാലം പിടിച്ച് തസ്ബീഹ് ചെല്ലുക, ഉള്ള പൈസക്ക് ദീനിനും മദ്രസയ്ക്കും വേണ്ടി സ്വതക്ക ചെയ്യുക. എന്താ അതുകൊണ്ട് കാര്യം? എന്താ അതുകൊണ്ട് നേട്ടം? പടച്ചോനാണെങ്കിൽ ഒരു അമലും സ്വീകരിക്കൂല എന്നാ പറഞ്ഞു. അപ്പൊ എന്താ ആദ്യം വേണ്ടത്? എന്താ? ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ, നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിലുള്ള ആ വെറുപ്പിന്റെ സ്വഭാവം, ദുഷിച്ച സ്വഭാവം, ദുഷ്ട സ്വഭാവം, ജനങ്ങളോടുള്ള പകയും വെറുപ്പും എല്ലാം മാറ്റിവെക്കലാണ് നമ്മുടെ മുമ്പിലുള്ള ഒന്നാമത്തെ വെല്ലുവിളി. നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ? നിങ്ങളെ റെഡി അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടാണ്. റെഡി അല്ലെങ്കിൽ നിങ്ങളുടെ അമല് പഠിച്ചോന് വേണ്ടെന്നാണ് അല്ലാഹു പറഞ്ഞത്. പിണങ്ങി നിൽക്കുന്ന ഒരാളുടെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കില്ലത്രേ. ഒരു അമലും അല്ലാഹുവിന് വേണ്ട എന്നാ പറഞ്ഞത്. ചുടിച്ചു നിൽക്കുന്നവന്റെ അമൽ എന്തിനേറെ ശ്രദ്ധിച്ചോളൂ.
ഒരുപാട് രാത്രികൾ നിന്ന് നിസ്കരിക്കുന്ന ഒരാൾ, രാവിലെ മുഴുവനും നോമ്പെടുക്കുന്ന ഒരാൾ, അയാളുടെ അമലാണോ അല്ലാഹുവിന് ഇഷ്ടം? നേരെ മറിച്ച് ഇതുപോലെ രാത്രി ഉറങ്ങാതെ ഇബാദത്ത് എടുത്തിട്ടില്ല, രാവിലെ ഒരുപാട് സുന്നത്ത് നോമ്പൊന്നും എടുത്തിട്ടില്ല, ഇങ്ങനെ അമല് ഫർളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, വലിയ ഇങ്ങനെ സൂഫി എന്ന് പറയാനുള്ള ആ ഒരു ഇതിലേക്കൊന്നും എത്തിയിട്ടില്ല. അങ്ങനെ രണ്ടാള് നമ്മുടെ നാട്ടിലുണ്ട്. ഒരാളെന്താ രാത്രി മുഴുവനും നിസ്കരിക്കും, രാവിലെ മുഴുവനും നോമ്പെടുക്കും. മറ്റേയാളോ രാത്രി മുഴുവനും ഉറങ്ങും, സുബഹിയാകും വേണ്ടിട്ട് നിസ്കരിച്ച് കിടന്നുറങ്ങും, രാവിലെ നോമ്പെടുക്കും, റമദാൻ മാസത്തിലെ നോമ്പെടുക്കും. പക്ഷെ രണ്ടാളുകൾ, അതിൽ ഒരാളെ വല്ലാതെ ഇഷ്ടമാണ് നാട്ടുകാർക്ക്. ഈ അമല് കുറഞ്ഞ ആളുണ്ടല്ലോ, അയാളുടെ നാട്ടുകാർക്ക് വലിയ ഇഷ്ടം. എന്തുകൊണ്ട്? അയാൾക്ക് നാട്ടിൽ ആരോടും പകയില്ല, അയാൾ ആരോടും ഇന്ന് വരെ തെറ്റിയിട്ടില്ല, അയാൾ എല്ലാവരോടും വളരെ മാന്യമായിട്ടാണ് പെരുമാറാറുള്ളത്. അതുകൊണ്ട് ഇയാളെ വലിയ ഇഷ്ടമാണ് നാട്ടുകാർ. എന്നാൽ മറ്റയാളോ, അയാൾ വലിയ തസ്ബീഹ് മാലയും തർക്കട്ടും താടിയൊക്കെ ഉണ്ട്, പക്ഷെ നാട്ടുകാർക്ക് ആർക്കാൾ ഇഷ്ടമല്ല. അങ്ങനെയില്ല, ഇഷ്ടം പോലെ ആളുകളില്ല. കാണുമ്പോ വലിയൊരു ആത്മീയ നേതാവ് അല്ലെങ്കിൽ ഒരു സൂഫി വര്യനെ പോലെയൊക്കെ ഉണ്ടാവും, പക്ഷെ ആർക്കാൾ ഇഷ്ടമല്ല. വെറും വെറുപ്പിക്കുന്ന സ്വഭാവമാണ്. ജനങ്ങളോട് പകയും വൈരാഗ്യമുള്ള ഒരാളാണ്. ഇതിലാരാ രക്ഷപ്പെടാ? നിങ്ങൾ പറ, ആരോട് പിണങ്ങാത്ത ആളെ രക്ഷപ്പെടാ? അപ്പൊ ഇയാള് കഷ്ടപ്പെട്ടുണ്ടാക്കി അമലൊക്കെ വേസ്റ്റ് അല്ലേ? അപ്പൊ എന്താണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്? എന്താണ് ആദ്യം മാറ്റം വരുത്തേണ്ടത്? എവിടെയാണ്? നമ്മുടെ സ്വഭാവത്തിൽ. നമ്മുടെ ഹൃദയമാണ് മാറ്റേണ്ടത്, നമ്മുടെ സ്വഭാവമാണ് മാറ്റേണ്ടത്. തമാശയല്ല മുഅ്മിനീങ്ങളെ, ഇത് വളരെ സീരിയസ് ആയ വിഷയമാണിത്. കാരണം എന്തേ? ഒരുപാട് കഷ്ടപ്പെട്ട് നിസ്കരിച്ചു, നോമ്പെടുത്ത്, സ്വതഖ ചെയ്ത് സ്വഭാവം മോശമായതിന്റെ പേരിൽ നമ്മുടെ സർവ്വ അമലുകളെയും അല്ലാഹു നശിപ്പിച്ചു കളയുമെന്നാണ്. അതുകൊണ്ട് ഒന്നാമതായി സ്വഭാവം നന്നാക്കാൻ നമ്മൾ കഷ്ടപ്പെടണം. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി കമാ ഹസ്സൻത ഖൽഖി. അല്ലാഹുവേ, എന്റെ സൃഷ്ടിപ്പിനെ നീ ഭംഗിയാക്കിയതുപോലെ എന്റെ സ്വഭാവത്തെ നീ നന്നാക്കണേ അല്ലാഹ്. രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞ് സുബഹി നിസ്കാരം വരെ ഒരൊറ്റ ഒരു ദുആ ആണ് ചെയ്തത്. രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞ് സുബഹി നിസ്കാരം വരെ ഒരൊറ്റ ഒരു ദുആ ആണ് ചെയ്തത്. എന്താണ് ആ ദുആ? അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി. അല്ലാഹുവേ, എന്റെ സ്വഭാവം നീ നന്നാക്കണേ അല്ലാഹ്. കമാ ഹസ്സൻത ഖൽഖി. എന്റെ സൃഷ്ടിപ്പിനെ നീ നന്നാക്കിയതുപോലെ, അഥവാ എനിക്ക് ആരോഗ്യം തന്നതുപോലെ അല്ലാഹുവേ എന്റെ സ്വഭാവത്തെ നീ നന്നാക്കണേ എന്ന് ഇശാ നിസ്കാരം കഴിഞ്ഞ് സുബഹി നിസ്കാരം വരെ ദുആ ചെയ്തു മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു. ഇത് കണ്ട ഉമ്മു ദർദാ എന്നവർ സുബഹിയായപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തേ നിങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യാൻ കാരണം? രാത്രി മുതൽ പ്രഭാതം വരെ ഒരൊറ്റ ഒരു ദുആ ആയിരുന്നല്ലോ നിങ്ങൾ ചെയ്തത്, എന്തേ ഈ ഒരൊറ്റൊരു ദുആ നിങ്ങൾ ചെയ്യാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോ മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, സ്വഭാവം കൊണ്ട് ഒരാൾ സ്വർഗ്ഗത്തിലേക്കെത്തും, ദുസ്വഭാവം കൊണ്ട് ഒരാൾ നരകത്തിലേക്കെത്തും. സ്വഭാവം കൊണ്ട് അയാൾ ഒരുപക്ഷേ ഒരുപാട് നന്മകൾ ചെയ്തിട്ടില്ലെങ്കിലും അയാൾക്ക് സ്വർഗ്ഗത്തിലെത്താം. എന്നാൽ ദുസ്വഭാവിയായ ഒരാൾ എത്ര ഇബാദത്ത് ചെയ്താലും അയാൾക്ക് സ്വർഗ്ഗത്തിലെത്താൻ കഴിയൂല എന്ന് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു വരുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്താണ്, എവിടെയാണ് നമ്മൾ ആദ്യം നന്നാക്കേണ്ടത്? എന്താ ആദ്യം നന്നാക്കേണ്ടത്? ഖൽബ് നന്നാക്കണം. ആരോടും പക വേണ്ട മുഅ്മിനീങ്ങളെ, അസൂയ വേണ്ട, ചൊടി വേണ്ട, വെറുപ്പ് വേണ്ട. പാർട്ടി ഏതും ആയിക്കോട്ടെ, സംഘടന ഏതും ആയിക്കോട്ടെ, എന്തിനു നമ്മൾ ചൊടിക്കണം? എന്തിനു നമ്മൾ വെറുക്കണം? പാർട്ടി ഏതും ആയിക്കോട്ടെ, എന്താ പ്രശ്നം? സംഘടന ഏതും ആയിക്കോട്ടെ, എന്താ പ്രശ്നം? നമ്മൾ ആരെയും വെറുക്കാൻ പോകരുത്, നമ്മൾ പിണങ്ങാൻ പോകരുത്. കുടുംബമായാലും തറവാടായാലും നാടായാലും എവിടെയായാലും നിങ്ങൾ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ടൊരു പ്രതിജ്ഞ എടുക്കണം, ഞാൻ ഒരാളോടും പിണങ്ങൂല എന്നും ഞാൻ ഒരാളെയും വെറുക്കൂല എന്നും. നിങ്ങൾക്ക് കഴിയോ? നിങ്ങൾ റെഡിയാണോ? അല്ലേ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബ് ഒരു സ്വർഗ്ഗക്കാരനെ കാണിച്ചു കൊടുത്ത ഒരു കഥ ഓർമ്മയുണ്ടോ? അറിയോ മുഅ്മിനീങ്ങളെ?
നബി തങ്ങളൊരു സ്വഹാബി കടന്നു വരുമ്പോ കൂടെ ഇരിക്കുന്നവരോടൊക്കെ പറഞ്ഞൊരു സംഭവം ഓർമ്മയുണ്ടോ? ഇതാ നിങ്ങളിലേക്ക് ഒരു സ്വർഗക്കാരൻ കടന്നു വരുമെന്ന് പറഞ്ഞൊരു കഥ ഓർമ്മയുണ്ടോ? എല്ലാരും നോക്കി ആരായിരിക്കും അയാളിങ്ങനെ ഉളൂ ചെയ്തിട്ട് താടിരോമങ്ങളിൽ നിന്നൊക്കെ ഉളൂവിന്റെ വെള്ളം ഇറ്റി വീഴുന്നുണ്ട്, കയ്യിൽ 2 ചെരുപ്പും പിടിച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പിറ്റേ ദിവസവും നബി തങ്ങൾ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇതാ നിങ്ങൾ നോക്കിക്കോളൂ, ഒരു സ്വർഗക്കാരൻ ഇപ്പൊ കടന്നു വരുന്നു. സ്വഹാബാക്കളൊക്കെ നോക്കി ആരാണ് ഈ സ്വർഗക്കാരൻ? ഇന്നലെ വന്ന അതേ വ്യക്തി. 3-ാമത്തെ ദിവസവും നബി തങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു, നിങ്ങളിലേക്ക് ഒരു സ്വർഗക്കാരൻ കടന്നു വരും. സ്വഹാബാക്കളൊക്കെ നോക്കി ഇന്നലെ വന്ന അതേ വ്യക്തി. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു ഡൗട്ടില്ലേ, എന്താണ് ഇയാൾ സ്വർഗത്തിലെത്താൻ കാരണം? ഇല്ലേ? അതേപോലെ സ്വഹാബാക്കൾക്ക് ഡൗട്ട് ഉണ്ട്, എന്തായിരിക്കും ഇയാൾ സ്വർഗത്തിലെത്താനുള്ള കാരണം? അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് തങ്ങൾ അദ്ദേഹത്തെ ഫോളോ ചെയ്തു. വീട്ടിൽ പോയി, ഞാൻ നിങ്ങളുടെ കൂടെ താമസിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ വീട്ടുകാരുമായിട്ട് പിണങ്ങി നിൽക്കാൻ, ശ്രദ്ധിച്ചോളണം, ഞാൻ എൻ്റെ വീട്ടുകാരുമായിട്ട് കുറച്ച് അകന്നു നിൽക്കാണ്, ഞാൻ നിങ്ങളുടെ വീട്ടിൽ കുറച്ച് താമസിച്ചോട്ടെ? ആയിക്കോട്ടെ, താമസിച്ചു. രാവിലെ വൈകുന്നേരമായി, പ്രത്യേകിച്ചിട്ട് അമലൊന്നുമില്ല. രാത്രിയായി, ഉറങ്ങാതെ നോക്കി, എന്താ ഇയാൾ ഇത്ര സ്വർഗത്തിലെത്താൻ മാത്രം എന്താ അമല ഇയാൾ ചെയ്യുന്നത് എന്നറിയാൻ കുറെ നേരം നോക്കി. അയാൾ ഉറങ്ങാൻ, അല്ല മൂടി പൊത്തിച്ച് ഉറങ്ങാൻ. സുബഹയുടെ തൊട്ടു മുമ്പ് എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ചു, പിന്നെ പള്ളിക്ക് പോയി. അപ്പൊ അദ്ദേഹം വിചാരിച്ചു, ഇന്നെന്തെങ്കിലും യാത്രാ ക്ഷീണം മൂലമോ ശാരീരിക ക്ഷീണം മൂലമോ ചിലപ്പോൾ നിസ്കരിക്കാതെ ഉറങ്ങിയതാവാം, നാളെ ഒന്നുകൂടി ഒരു ദിവസം കൂടി നിന്ന് നോക്കാം. അങ്ങനെ ഒരു ദിവസം കൂടി ആ വീട്ടിൽ താമസിച്ചു. ഇന്നലെ ചെയ്തതിൽ നിന്ന് കൂടുതലായിട്ട് ഒരു അമലും ഇന്ന് ചെയ്തില്ല. പിന്നെ വിചാരിച്ചു ഒന്നും കൂടി ഒരു ദിവസം കൂടി നിന്ന് നോക്കാം. അങ്ങനെ 3 ദിവസം നിന്നപ്പോ ഒരു അമലും കൂടുതൽ കാണുന്നില്ല. നമ്മളെ പോലെ പള്ളിക്ക് പോകുന്ന സമയമാകുമ്പോൾ തഹജ്ജുദ് സുബ്ഹിക്ക് തൊട്ടുമുമ്പായിട്ട് എണീക്കുന്നു, പള്ളിക്ക് സുബ്ഹി നിസ്കരിക്കാൻ പോകുന്നു എന്നല്ലാതെ ഒരു പ്രത്യേകമായ അമലില്ല. ഇയാളാണെങ്കിൽ സ്വർഗത്തിലോ എന്തായിരിക്കും? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് തങ്ങൾ ചോദിച്ചു, ഞാൻ എന്റെ വീട്ടുകാരോട് പിണങ്ങിയിട്ടില്ല, തെറ്റിയിട്ടില്ല, ചുടിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബ് നിങ്ങളെ കുറിച്ച് സ്വർഗക്കാരനാണെന്ന് പറഞ്ഞതുകൊണ്ട് പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. 3 ദിവസം നിങ്ങളുടെ കൂടെ താമസിച്ചിട്ട് സ്വർഗത്തിലെത്താനുള്ള ഒരു അമലും ഞാൻ കണ്ടിട്ടില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് തങ്ങൾ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ചോദിക്കുന്നത്, എന്നെ കുറിച്ച് എന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞുവോ? പറഞ്ഞു. അങ്ങനെ പറഞ്ഞുവെങ്കിൽ ഒരൊറ്റ ഒരു കാരണം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, ഒരൊറ്റൊരു സാധ്യത മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതെന്താണെന്നറിയോ? ഇരുചെവിയും തുറന്ന് ശ്രദ്ധിച്ചോളൂ. എനിക്കാരോടും അസൂയയില്ല, എനിക്കാരോടും വെറുപ്പില്ല, എനിക്കാരോടും പകയില്ല. ഇന്ന് വരെ ഞാൻ ഒരാളെയും വെറുത്തിട്ടില്ല. നിങ്ങൾക്കുണ്ടോ ഈ മനസ്സ്? നിങ്ങൾക്കുണ്ടോ? അസൂയയില്ലാത്തൊരു മനസ്സുണ്ടോ? വെറുപ്പില്ലാത്തൊരു മനസ്സുണ്ടോ? ചുടിയില്ലാത്തൊരു മനസ്സുണ്ടോ? നിങ്ങളും സ്വർഗത്തിലാണ്. അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്, ഇന്ന് വരെ ഞാൻ ഒരാളെയും വെറുക്കുകയോ അസൂയ വെക്കുകയോ ചെയ്തിട്ടില്ല. എനിക്ക് അസൂയ വെച്ചിട്ടില്ല, അസൂയ വെക്കാൻ അറിയില്ല. ജനങ്ങൾക്ക് സ്നേഹം മാത്രമേ ഞാൻ നൽകിയിട്ടുള്ളൂ. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, നിസ്കരിക്കലല്ല ദീൻ എന്ന് പറഞ്ഞാൽ. മദ്ദീൻ എന്താണ് നബിയെ ദീൻ എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞത് ഹുസ്നുൽ ഖുലുഖി, സൽസ്വഭാവം എന്നാണ്. ദീൻ എന്ന് പറഞ്ഞാൽ സൽസ്വഭാവം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഈ സ്വഭാവം നന്നാക്കാതെ എത്ര നിസ്കരിച്ചിട്ടെന്ത് കാര്യം? ഈ സ്വഭാവം നന്നാക്കാതെ എത്ര ഖുർആൻ ഓതിയിട്ടെന്ത് കാര്യം? ഹജ്ജ് ചെയ്തിട്ടെന്ത് കാര്യം? സ്വതക്ക കൊടുത്തിട്ടെന്ത് കാര്യം? സകാത്ത് കൊടുത്തിട്ടെന്ത് കാര്യം? സുന്നത്ത് നിസ്കരിച്ചിട്ടെന്ത് കാര്യം? തഹജ്ജുദ് നിസ്കരിച്ചിട്ടെന്ത് കാര്യം? സ്വഭാവം അദ്ദീനു ഹുസ്നുൽ ഖുലുഖ്, ദീൻ എന്ന് പറഞ്ഞാൽ സൽ സ്വഭാവമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, ആദ്യമായി പരിശീലിക്കേണ്ടത് നല്ല സംശുദ്ധ ഹൃദയം ഉണ്ടാക്കാനാണ്. പകയും വൈരാഗ്യവും വിദ്വേഷവും ഇല്ലാത്ത, ഫിത്ന പറയാത്ത, ഗീബത്ത് പറയാത്ത, കുറ്റവും കുറവും പറയാത്ത, ജനങ്ങളെ കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുന്ന ഹൃദയമുണ്ടായാൽ അതോടുകൂടി നിങ്ങൾ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞു. പിന്നെ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? പിന്നെയുള്ളതെല്ലാം നിങ്ങളുടെ ദറജ കൂട്ടാനുള്ള ഏർപ്പാടാ. ഇത് നിങ്ങൾക്ക് ഉണ്ടായി.
ആരോടും വെറുപ്പില്ലാത്ത ശുദ്ധമായ മനസ്സ് നിങ്ങൾക്കുണ്ടായി. അപ്പൊ നിങ്ങൾ സ്വർഗക്കാരനായി. പിന്നെ നിങ്ങൾ ചെയ്യുന്ന ഈ നിസ്കാരം, തഹജ്ജുദും ഖുർആനൊക്കെ എന്തിനുള്ളതാ? നിങ്ങളുടെ ദറജ ഇങ്ങനെ കൂടാനുള്ള പരിപാടിയാണ്. മറ്റാളിങ്ങനെ ദറജ കൂട്ടുന്നുണ്ട്, പക്ഷെ ഇയാൾ മുസ്ലിം ആയിട്ടുണ്ടോ? സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് ഉറപ്പിച്ചിട്ടുണ്ടോ? ആര്? ദുസ്വഭാവിയായ ഒരു മനുഷ്യൻ ദറജ കൂട്ടാൻ നോക്കുന്നുണ്ട്. ഫൗണ്ടേഷൻ ഇല്ലാതെ നിങ്ങൾ ഈ ബിൽഡിംഗ്, ഈ പള്ളി നല്ല ഒരു നിലക്കുള്ള തറ കെട്ടി ഫൗണ്ടേഷൻ കെട്ടിയിട്ട് 3 നില വളരെ മനോഹരമായി കെട്ടിട്ട് എന്താ കാര്യം? ഒരു വർഷം കൊണ്ട് ഇടിഞ്ഞു വീഴൂലേ? അതല്ലേ ഇവിടെ സംഭവിക്കുന്നത്. ഫൗണ്ടേഷൻ നന്നാക്കാതെ ദറജ കൂട്ടാൻ നോക്കിയിട്ട് എന്താ കാര്യം? അയാൾ സ്വർഗത്തിൽ എത്തിയാലല്ലേ ഈ ദറജ അയാൾക്ക് ഉപകരിക്കൂ. അതുകൊണ്ട് ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ഹൃദയ ശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. അള്ളാഹിനോട് ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ ഹൃദയം ശുദ്ധീകരിച്ചു തരട്ടെ. അള്ളാഹു നമ്മെ സൽസ്വഭാവികളിൽ ഉൾപ്പെടുത്തട്ടെ. ശ്രദ്ധിക്കേണ്ട വിഷയല്ലേ? നിങ്ങൾ പറ അല്ലെ, ഈ വിഷയം ശ്രദ്ധിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. മഹാന്മാരായ മലക്കുകളെല്ലാം അള്ളാഹുവിന്റെ ഹബീബിനോട് പറയും, അള്ളാഹുവിനോട് പറയുന്നത്, പകയും വെറുപ്പുമുള്ള നിഷ്കളങ്കരല്ലാത്ത കളങ്കമുള്ള ആളുകളെ, സ്വഭാവം മോശമായ ആളുകളുടെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഏതാണ്? പിന്നെ വർഷത്തിലൊരു കണക്കെടുപ്പുണ്ട്. ഞാൻ നിർത്തുട്ടോ, ബാക്കി നമുക്ക് നാളെ പറയാം, വിശാലമായിട്ട് പറയാം. പിന്നെ ഒരു വർഷത്തിലൊരു കണക്കെടുപ്പുണ്ട്. അതെപ്പോഴാ? എപ്പോ? ശഅബാൻ 15. ഡെയിലി 2 വട്ടം, ആഴ്ചയിൽ 2 വട്ടം, പിന്നെ വർഷത്തിൽ ഒരു തവണ ഉണ്ട്. അത് ശഅബാൻ 15. ഒരു വർഷത്തിൽ അല്ലാഹു നമ്മുടെ അമലുകളൊക്കെ കൊണ്ടുപോകും. അല്ലാഹു കണക്കെടുപ്പ് നടത്തുന്നുണ്ട്. അത് വരാൻ പോവാണ്. അതുകൊണ്ട് ആ ദിവസം നമ്മൾ ഒരുങ്ങണം. ആ ദിവസത്തിലേക്ക് നമ്മൾ ഒരുങ്ങണം. ആ ദിവസമാകുമ്പോഴേക്കും ഹൃദയത്തിൽ കറയില്ലാത്ത ഹൃദയമായി മാറണം, പകയില്ലാത്ത ഹൃദയമായി മാറണം. പകയുണ്ടെങ്കിൽ അല്ലാഹു നമ്മുടെ നന്മകളൊന്നും സ്വീകരിക്കൂല എന്നല്ല പറഞ്ഞത്. ചൊടിയുണ്ടെങ്കിൽ, തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ, പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു നമ്മുടെ ഒരു അമലും സ്വീകരിക്കൂല എന്നല്ല പറഞ്ഞത്. ആ ദിവസമാകുമ്പോഴേക്കും ഇതിൽ നിന്നെല്ലാം മാറി നിന്ന് സംശുദ്ധ ഹൃദയവുമായി അല്ലാഹുവിന്റെ മലക്കുകളെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം നമ്മുടെ അമലുകളെല്ലാം റെക്കോർഡ് ചെയ്ത് ഒരു ഫയലായി, ഒരു ചിപ്പായി നമ്മുടെ കഴുത്തിൽ അല്ലാഹു തൂക്കിയിടുമെന്ന് പറഞ്ഞൊരു ആയത്ത് ഓർമ്മയില്ലേ? കുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖി. എല്ലാവരുടെയും അവരവരുടെ ഏടുകൾ അവരവരുടെ ഷോൾഡറിൽ അല്ലാഹു തൂക്കിയിടുമെന്നാ പറഞ്ഞത്. അങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്താണ്? അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അന്നാരാണ് സംസാരിക്കുന്നത്? നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ ചുണ്ടുകളെ ഞാൻ പൂട്ടിയിടുമെന്നാ പറഞ്ഞത്, സീല് വെക്കുമെന്നാ പറഞ്ഞത്. വതുകല്ലിമുനാ ഐദീഹിം, കരങ്ങളാണ്, കൈകളാണ് സംസാരിക്കുന്നത്. പിന്നെയോ വതശ്ഹദു അർജുലുഹും, കാലുകൾ സാക്ഷി നിൽക്കും. ബിമാ കാനൂ യക്സിബൂൻ, ഓരോ ആളുകൾ പ്രവർത്തിച്ചതിനെ സാക്ഷി നിൽക്കുന്നത് കാലാണ്, സംസാരിക്കുന്നത് കൈയാണ്. ഹത്താ ഇദാ മാ ജാഊഹാ ശഹിദ അലൈഹിം സമഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ. അഥവാ ഇന്ന് നമ്മുടെ കൂടെ തെറ്റു ചെയ്യാൻ സഹായിച്ച കൈകൾ വരെ നമ്മൾക്ക് അനുകൂലമല്ല. കള്ളു കുടിക്കാൻ ഉപയോഗിച്ച കൈകൾ വരെ നമ്മൾക്കെതിരാണ് നാളെ. ഹറാമിലേക്ക് നടന്ന കാലുകൾ നമ്മൾക്കെതിരാണ് നാളെ. എന്നേ നിങ്ങൾ ശ്രദ്ധിക്കാത്തത്? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹറാം കാണാൻ വേണ്ടി നടന്ന കാലുകൾ നാളെ നമ്മൾക്കെതിരെ സാക്ഷി നിൽക്കും. ആരാണ് കൊണ്ടുപോയത്? ആരാ കൊണ്ടുപോയി? ഈ കാല് നമ്മൾക്കെതിരെ സാക്ഷി നിൽക്കുമെന്ന്. എന്തുകൊണ്ടാ ഹറാമുകൾ ചെയ്തത്? നമ്മുടെ കൈകൾ കൊണ്ട് ചെയ്ത ഹറാമുകൾ കൈകൾ തന്നെ അല്ലാഹുവിനോട് പറയുമെന്നാണ്. ശ്രദ്ധിച്ചോളൂ, അടുത്തായത്ത് സൂറത്ത് ഫുസ്സിലത്തിലെ അടുത്തായത്ത്, ഹത്താ ഇദാ മാ ജാഊഹാ,
ഞാൻ അവരെ കൊണ്ടുവന്നാൽ ഷഹിദ അലൈഹിം സമഉഹും അവരുടെ കണ്ണുകൾ അവർക്കെതിരെ സാക്ഷി നിൽക്കും. സമഉഹും അവരുടെ ചെവികൾ അവർക്കെതിരെ സാക്ഷി നിൽക്കും. ചെവിയിലൂടെ കേട്ടത് എന്തൊക്കെയാണ് നമ്മൾ കേൾക്കാറുള്ളത്? ഹറാമുകൾ, വേണ്ടാത്തത്, അല്ലാഹു നിഷിദ്ധമാക്കിയത്, അല്ലാഹു നിരോധിച്ചത്, ഇതെല്ലാം കേട്ട് 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 ഈ ചെവികൾ ഇവിടെ നമ്മൾക്ക് അലങ്കാരവും ഇവിടെ ഒരു ആസ്വാദനവും നൽകുന്നുണ്ടെങ്കിൽ ഈ ചെവികൾ തന്നെ നമ്മൾക്കെതിരെ സാക്ഷി നിൽക്കുന്ന ഒരു കാലം വരുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുമ്പോ മുഅ്മിനീങ്ങളെ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ഒന്നൊന്ന് ചിന്തിച്ചു നോക്കണം. അടുത്തതായി പറയുന്നത് വഅബ്സാറുഹും അവരുടെ കണ്ണുകൾ അവർക്കെതിരെ സാക്ഷി നിൽക്കുന്ന ഒരു കാലം വരാനുണ്ട്. വജുലൂദുഹും അവരുടെ ചർമ്മങ്ങൾ വരെ അവർക്കെതിരെ സാക്ഷി നിൽക്കും. നമ്മുടെ ചർമ്മങ്ങൾ വരെ നമ്മൾക്കെതിരെ സാക്ഷി നിൽക്കുന്നു. എല്ലാം ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അല്ലാഹു നമ്മെ സലാമത്താക്കട്ടെ. അപ്പൊ ഇതൊക്കെ പേടിക്കണ്ട. റെക്കോർഡിംഗ് ഉള്ളത് ശരിയാണ്. ഈ റെക്കോർഡുകൾ ഡിലീറ്റ് ചെയ്യാൻ നമ്മൾക്ക് പറ്റും. അവിടെയാണ് നമ്മൾക്ക് പ്രതീക്ഷ. മിനിങ്ങളെ ഇപ്പോ പോലീസുകാരൻ ക്യാമറ കണ്ണുകളുമായി റോഡ് സൈഡിൽ നിൽക്കാൻ ഒരാൾ കൈ കാണിച്ചു. വണ്ടി നിർത്താതെ പോയി. വണ്ടിക്ക് ലൈസൻസ് ഇല്ല, ഇൻഷുറൻസ് ഇല്ല, പുകയില്ല, ടാക്സ് ഇല്ല, ഒന്നുമില്ല, എല്ലാം ഇല്ലീഗലാണ്. അത് റെക്കോർഡാണ്. അവിടെ നിർത്താതെ പോയതാണ്. എന്താ അടുത്ത പ്രൊസീജിയർ? എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ്? എന്താ? കോടതിയിലേക്ക് കേസ് പോകും. അപ്പോ ഒരാൾ വിളിച്ചിട്ട് പോലീസിൽ ബന്ധമുള്ള ഒരാളുണ്ടായിരുന്നു, അതെങ്ങനെയെങ്കിലും നിങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പോലീസ് ഒരു ഓഫീസറെ വിളിച്ചിട്ട് ഡിലീറ്റ് ചെയ്തു. രക്ഷപ്പെട്ടില്ല. ഡിലീറ്റ് ചെയ്യാത്ത കാലത്തോളം ഇയാൾക്കെതിരെയുള്ള തെളിവാണ്, ഇയാൾ കുറ്റക്കാരനാണ്, എന്താണോ ഫൈൻ നടക്കുന്നത്. അതേപോലെ നമ്മുടെ ഇതൊക്കെ റെക്കോർഡാണ്. ഡിലീറ്റ് ചെയ്യാത്ത കാലത്തോളം നമ്മൾ തെറ്റുകാരാണ്, ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഡിലീറ്റ് ചെയ്താലോ പിന്നെ നമ്മൾ നിരപരാധി. അപ്പൊ ഇതെങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും? ഇതെങ്ങനെ മായ്ച്ചു കളയാൻ പറ്റും എന്നാണ് നമുക്ക് ഇനി ചർച്ച ചെയ്യാനുള്ളത്. ഇന്നും നാളെയൊക്കെ വിഷയങ്ങൾ നമുക്ക് തീർക്കാം. ഇവിടെ അല്ലാഹു പറയുന്നത് ഹത്താ ഇദാ മാ ജാഊഹാ ശഹിദ അലൈഹിം സമഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ. ഞാനിത് ആദ്യം തന്നെ പറയാൻ കാരണം, പകുതിയിൽ നിന്ന് നിങ്ങൾ എണീറ്റ് പോകുമ്പോ പേടിച്ചു പോകേണ്ട. പഠിച്ചോൻ ഇങ്ങനെയൊക്കെ ആയ എന്റെ കാര്യം കഷ്ടാണ്, ഞാൻ ഇനി എങ്ങനെ രക്ഷപ്പെടുന്നു വിചാരിക്കേണ്ട. എല്ലാവരും രക്ഷപ്പെടും. എല്ലാവരും രക്ഷപ്പെടും. പേടിച്ചിട്ട് എണീറ്റിട്ട് പോയിട്ട് കരയേണ്ട. അവിടെ പോയിട്ട് എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള അവസരമുണ്ട്. നമ്മുടെ കണ്ണുകൾ നമ്മൾക്കെതിരെ സാക്ഷി നിൽക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ചെവികൾ നമ്മൾക്കെതിരെ സാക്ഷി നിൽക്കുമെന്നുള്ളതും യാഥാർത്ഥ്യമാണ്. എന്തിനേറെ നമ്മുടെ ചർമ്മങ്ങളിലെ ഓരോ രോമകൂപങ്ങളും നമ്മൾക്കെതിരെ നാളെ സാക്ഷി നിൽക്കുമെന്ന് ബിമാ കാനൂ യഅമലൂൻ. നമ്മൾ പ്രവർത്തിക്കുന്നതെല്ലാം അവർ നാളെ അല്ലാഹുവിനോട് തുറന്നു പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. എന്തിനേറെ അത് പോട്ടെ, ഇതൊക്കെ നമ്മുടെ ശരീരമാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കേട്ടോളൂ എന്റെ സഹോദരങ്ങളെ. ഖറഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ ഒരു ആയത്ത് ഓതി. എന്താണ് ആയത്ത്? യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. ഭൂമി അതിന്റെ വർത്തമാനങ്ങളൊക്കെ എടുത്തു പറയുന്ന ഒരു കാലം വരാനുണ്ട്. ഏതാണ് ആ സൂറത്ത്? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. ഓതിക്കോറക്കെ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها. അറിയില്ലേ? ഒന്നും കൂടി إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها. നാളെ ജനങ്ങൾ വഖാലൽ ഇൻസാനു മാ ലഹാ, ജനങ്ങൾ പറയാൻ തുടങ്ങും ഈ ഭൂമിക്ക് എന്തു പറ്റിയെന്ന്, ഈ ഭൂമിക്ക് എന്തു പറ്റിയെന്ന് പറയാൻ തുടങ്ങും. അതിനുശേഷം യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, ഭൂമി അതിന്റെ കഥകൾ പറയുന്ന ഒരു ദിവസം വരാനുണ്ട്. ഈ ഭൂമി, ഈ മഞ്ഞപ്പെട്ടി എന്ന് പറയുന്ന ഈ പ്രദേശത്തെ ഭൂമി ഇതിന്റെ കഥകൾ വിളിച്ചു പറയുന്ന ഒരു കാലം വരാനുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലമ തങ്ങൾ മഹാന്മാരായ സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അതദറൂന മാ അഖ്ബാറുഹാ, സ്വഹാബാക്കളെ നിങ്ങൾക്കറിയുമോ എന്താണ് ഭൂമിക്ക് പറയാനുള്ളത്? എന്താണ് ഈ മഞ്ഞപ്പെട്ടി എന്ന് പറയുന്ന പ്രദേശം നാളെ അല്ലാഹുവിനോട് വിളിച്ചു പറയുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മഹാന്മാരായ സ്വഹാബാക്കളോട് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത്, അല്ലാഹു വറസൂലുഹു അലം, ഞങ്ങൾക്കറിയില്ല നബിയേ, ഞങ്ങൾക്കറിയില്ല നബിയേ. നബി തങ്ങൾ പറഞ്ഞത് ഇതാണ്, കേട്ടോളൂ. ഫഇന്ന അഖ്ബാറഹാ, ഭൂമിക്ക് പറയാനുള്ളത്, ഈ നാട്ടിലുള്ള ഓരോ കുറ്റിച്ചെടികൾക്കും പറയാനുള്ളത്, ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ടുള്ള കട്ടകൾക്ക് പറയാനുള്ളത്, ഓരോ മരത്തണലുകൾക്കും പറയാനുള്ളത്, ക്ലബ്ബുകൾക്ക് പറയാനുള്ളത്, ഈ റോഡിന്റെ ഇരുവശത്തുള്ള മണൽത്തരികൾക്ക് പറയാനുള്ളത്, ഈ പള്ളിയുടെ ഈ മുറ്റത്ത് കിടക്കുന്ന ഓരോ മണൽത്തരികൾക്കും അല്ലാഹുവിനോട് പറയാനുള്ളത് എന്താണ്? ഫഇന്ന അഖ്ബാറഹാ തശ്ഹദു അലാ കുല്ലി അബ്ദിൻ വഅമതിൻ ബിമാ അമില അലാ ളഹ്രിഹാ, ഇതിന്റെ മുകളിലൂടെ ചെയ്ത എല്ലാ കാര്യങ്ങളും അല്ലാഹുവിനോട് പറയുമെന്നാണ്. നമ്മൾ നടന്നു പോയത്, ഹറാം ചെയ്തത്, കള്ളു കുടിച്ചത്, വ്യഭിചരിച്ചത്, നിസ്കരിച്ചത്, സ്വതക്ക കൊടുത്തത്, വഅദ് കേട്ടത്, വഅദ് പറഞ്ഞത്, വഅദിനിരിക്കുമ്പോൾ വരികൾക്കിടയിലൂടെ കസേരകൾക്കിടയിലൂടെ കടന്നു വന്ന ബക്കറ്റിലേക്ക് നിങ്ങളിട്ട ആയിരങ്ങളുടെ കഥ, നിങ്ങളിട്ട 10,000ങ്ങളുടെ കഥ, നിങ്ങളിട്ട 10 രൂപയുടെ കഥ, വഅദിന്റെ സമയത്ത് വഅദ് കേൾക്കാതെ റോഡിന്റെ ഇരുവശങ്ങളിൽ വെറുതെ ഉലാത്തി നടന്ന കഥ, ഇതെല്ലാം ഭൂമി നാളെ അല്ലാഹുവിനോട് പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എന്താ പറയുന്നത്? അമില കദാ വ കദാ, അല്ലാഹുവേ ഇന്നാലിന്ന ഒരാൾ ഇന്നാലിന്ന സമയത്ത് ഇന്നാലിന്നത് ചെയ്തു എന്ന് ഭൂമി അല്ലാഹുവിനോട് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഫഹാദിഹി അഖ്ബാറുഹാ, ഇതെല്ലാമാണ് ഭൂമിക്ക് പറയാനുള്ള കഥകൾ. യൗമഇദിൻ തുഹദ്ദിഥു അഖ്ബാറഹാ, ഭൂമി കഥകൾ പറയുന്നു എന്ന് പറയുന്നത് ഈ കഥകളാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അപ്പോൾ റെക്കോർഡ് ചെയ്യാൻ ആരൊക്കെയാ ഉള്ളത്? നമ്മുടെ കണ്ണുകൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ചെവികൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ശരീരത്തിലെ ചർമ്മങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ നടക്കുന്ന ചെരുപ്പിന്റെ താഴെയുള്ള മണൽത്തരികൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, മലക്കുകൾക്ക് പുറമെയാണ് ഇതെല്ലാം. ഇവരെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് ഇതെല്ലാം വ്യക്തമായി എണ്ണിയെല്ലാം അല്ലാഹുവിനോട് പറയുന്നുണ്ട്. ആ സമയത്ത് രക്ഷപ്പെടണമെങ്കിൽ ഇതെല്ലാം മായ്ച്ചു കളയണം. അല്ലാഹു മായ്ച്ചു കളഞ്ഞ് മരിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇതെല്ലാം മായ്ച്ചു കൊണ്ട് മരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുആ ചെയ്യണം, അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. മഹാനായ മഅഖൽ ഇബ്നു യസാർ എന്നവർ പറയുന്നു, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ശ്രദ്ധിച്ചോളൂ, ലൈസ മിൻ യൗമി യഅതി അല ഇബ്നി ആദം. ഇത് മാത്രമാണോ റെക്കോർഡ്? ഏതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞു? ഒന്ന് റഖീബാത്തി അല്ലെ, റെക്കോർഡിംഗ് വീഡിയോ ക്യാമറ എടുത്തിട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്യാണ്. എന്ത്? റഖീബും അതീദും. പിന്നെ നമ്മുടെ കണ്ണുകൾ, ചെവികൾ, ചർമ്മങ്ങൾ, നടക്കുന്ന ഭൂമി, ഇരിക്കുന്ന കസേര, ആരും കാണാതെ കാടിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബിൽഡിങ്ങിന്റെ മറവിൽ പോയി നമ്മൾ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ കൂട്ടമായി ചെയ്ത രഹസ്യമായ തിന്മകൾ, ഇരുട്ടിന്റെ മറവിൽ ആരാരും കാണാതെ നമ്മൾ നടത്തുന്ന അനാശാസ്യങ്ങൾ, ഇതൊക്കെ എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഉദാഹരണം, ഈ തോട്ടത്തിന്റെ ഇരുട്ടിൽ ആരാരും കാണാതെ എന്തെങ്കിലും ഒരു കഞ്ചാവ് അടിക്കാനോ അല്ലെങ്കിൽ കള്ളു കുടിക്കാനോ എന്തെങ്കിലും ഒരു തെറ്റു ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ പോയി, അവിടെയൊക്കെ ക്യാമറ ഉണ്ട്, അവിടെയൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ആളുണ്ട്. ഇത് ലൈവായിട്ട് കാണിക്കുന്ന ഒരു ആയത്ത് ഖുർആൻ പറയുന്നുണ്ട്, ശ്രദ്ധിച്ചു. അടുത്തത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ ആയത്തും കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ പറയാം. ഇതെങ്ങനെ മായ്ച്ചു കളയാൻ പറ്റും? ഇതൊക്കെ മായ്ച്ചു കളയണ്ടേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ലൈസ മിൻ യൗമി യഅതി അല ഇബ്നി ആദം. നമ്മുടെ ഓരോ ദിവസങ്ങളും നമ്മോട് വിളിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. യബ്ന ആദം, അല്ലയോ അഷ്റഫേ മുഹമ്മദേ ഇബ്രാഹിം, രാവിലെ വിളിക്കാണ് സുബഹി നിസ്കാരത്തിന് എണീക്കുമ്പോ നാളത്തെ പകൽ നമ്മെ വിളിച്ചു പറയുന്നുണ്ട്. യബ്ന ആദം, അല്ലയോ മനുഷ്യ, അന ഖൽഖുൻ ജദീദ്, ഞാൻ ഇന്ന് പുതിയ ദിവസമാണ്. നാളെ ശനിയാഴ്ചയാണ്, മാർച്ച് 13-ാം തീയതിയാണ്, അല്ലെ? മാർച്ച് 13-ാം തീയതിയാണ്. അപ്പോ രാവിലെ എണീറ്റിട്ട്
ഭൂമി ഈ നാളത്തെ ദിവസം മാർച്ച് 13-ാം തീയതി നമ്മളോട് പറയും യബ്ന ആദം, മനുഷ്യ, അന ഖൽഖുൻ ജദീദ്, 2021 മാർച്ച് 13 ഞാൻ, 2021 മാർച്ച് 13 ഞാൻ. വഅന ഫീമാ തഅമലു അലൈക ഗദൻ ഷഹീദ്, ഇന്ന് രാത്രി 12 മണി വരെ നീ ചെയ്യുന്ന സകല പ്രവർത്തനങ്ങളും ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? ഇന്ന് മാർച്ച് 13 അഥവാ 14, 12 മണിയാകുന്നത് വരെ നീ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫഅമൽ ഫിയ ഖൈറൻ അശ്ഹദു ലക ഗദാ, ഇന്ന് നീ നന്മ ചെയ്താൽ നിനക്ക് അനുകൂലമായി ഞാൻ സാക്ഷി നിൽക്കാം. ശ്രദ്ധിച്ചോ, നാളത്തെ ദിവസം നമ്മോട് പറയുന്നത് ഇന്ന് നീ നന്മ ചെയ്താൽ നിനക്ക് അനുകൂലമായി ഞാൻ സാക്ഷി നിന്നോളാം. അതേപോലെ ഫഇന്നീ ലൗ ഖദ് മളൈതു, ഇന്ന് ഞാൻ വിട പറഞ്ഞാൽ ലം തറനി അബദാ, ഇനി ഖിയാമത്ത് നാൾ വരെ എന്നെ നിനക്ക് കണ്ടുമുട്ടാൻ കഴിയൂല. കാണോ, ഇനി ഒരു മാർച്ച് 13 വരുമോ? വരൂലേ? അടുത്തോലും വരൂലേ? മാർച്ച് 13 ഒരിക്കലും വരൂല. മാർച്ച് 13 വരും, പക്ഷെ 2021 മാർച്ച് 13 വരൂല. അത് 2022 മാർച്ച് 13. അതാണ് പറയുന്നത്. ഞാൻ എന്നാലും ഇന്ന് കഴിഞ്ഞു പോയ ഇന്നത്തെ മാർച്ച് 12 മണിയാകുമ്പോഴേക്കും ഞാൻ പോവാൻ. ലം തറനീ അബദാ, ഇനി ഒരിക്കലും നിനക്ക് എന്നെ കണ്ടുമുട്ടാൻ കഴിയില്ല എന്ന് ഓരോ ദിവസങ്ങളും നമ്മോട് പറയുന്നുണ്ട് എന്ന് മഹാനായ മഅഖൽ ഇബ്നു യസാർ എന്നവർ അല്ലാഹുവിന്റെ ഹബീബിനെ തൊട്ടുദ്ധരിക്കുന്നുണ്ട്. മാന്റെ ഹബീബ് പറഞ്ഞു എന്ന് മഹാനായ മഅഖൽ ഇബ്നു യസാർ എന്നവർ പറയുന്നുണ്ട്. ഇന്ന് രാത്രി 12 മണിയായാൽ ഞാൻ പോകുമെന്ന് മാർച്ച് 12 നമ്മോട് പറയുന്നുണ്ട്. ഇനി ഖിയാമത്ത് നാൾ വരെ എന്നെ നിനക്ക് കിട്ടൂല. അതുകൊണ്ട് നന്മ ചെയ്താൽ ഞാൻ അനുകൂലമായി സാക്ഷി നിൽക്കാം, തിന്മ ചെയ്താൽ ഞാൻ ഇതേപോലെ നിനക്ക് പ്രതികൂലമായി സാക്ഷി നിൽക്കുമെന്ന് ദിവസങ്ങൾ നമ്മോട് പറയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അപ്പൊ ബാറാര റെക്കോർഡ് ചെയ്യുന്നത് ദിവസവും റെക്കോർഡ് ചെയ്യുന്നുണ്ട്, പകലും രാത്രിയും റെക്കോർഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ അമലുകളെ. ഇനി അടുത്ത ആയത്ത് കൂടി ഓതി ഇന്നത്തെ വിഷയം നിർത്താം. സൂറത്തുൽ കഹ്ഫിലെ ആയത്താണ് ഇനി ഓതാനുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا. അവിടെയാണ് പോയിന്റ്. ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا ووضع الكتاب. ഓരോ ശ്രദ്ധിച്ചോ, ഞാൻ നിർത്താൻ പോവാണ്. ഓരോ ആളുകളുടെയും ചിപ്പുകൾ നേരത്തെ കഴുത്തിൽ ഇതുപോലെ തൂക്കിയിടുമെന്നല്ലേ പറഞ്ഞത്? അവരവരുടെ ഫയലുകളെ, കിതാബാവാം, ചിപ്പാവാം, എന്തുമായിക്കോട്ടെ, എന്ത് ഫയലായാലും ഓരോ ആളുകളുടെ അവരവരുടെ പിരടയിൽ അവർ ചെയ്ത അമലുകൾ റെക്കോർഡ് ചെയ്യപ്പെട്ട ചിപ്പുകൾ അല്ലാഹു തൂക്കി വെക്കുന്ന ഒരു ദിവസം. ആ ദിവസത്തിൽ അവരുടെ ഫയലുകൾ തുറക്കാൻ അല്ലാഹു പറയും. ഓരോ ആളുകളുടെ ഫയലുകൾ തുറക്കാൻ പറയുമ്പോൾ ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീ, തെറ്റ് ചെയ്ത കുറ്റവാളികളായ ആളുകൾ, അല്ലാഹുവിനെ ഭയക്കാതെ തോന്നിവാസങ്ങൾ ഒരുപാട് ചെയ്ത ആളുകൾ, അവരിങ്ങനെ പേടിച്ച് വിറക്കുന്നത് കാണാം നബിയേ. വയഖൂലൂന, എന്നിട്ട് ആ ഫയലുകൾ തുറക്കുമ്പോൾ അവർ പറയുന്നത് യാ വൈലതനാ, അല്ലാഹുവേ ഞങ്ങളുടെ നാശം, അല്ലാഹുവേ ഞങ്ങൾ അപകടത്തിലാണ്. മാലി ഹാദൽ കിതാബ്, എന്താണ് പടച്ചോനെ ഈ കിതാബ്, എന്താണ് ഈ ഫയല്, എന്താണ് ഈ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ, ഒരു നന്മയും ഒരു തിന്മയും ചെറുതാവട്ടെ വലുതാവട്ടെ ഒന്നുപോലും ഉപേക്ഷിച്ചിട്ടില്ലല്ലോ, ഒന്നുപോലും ഒഴിവാക്കിയിട്ടില്ലല്ലോ. ഇല്ലാ അഹ്സാഹാ, എല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വവജദൂ മാ അമിലൂ ഹാദിറാ, അവരെല്ലാവരും ചെയ്തത് ലൈവായി അവർ കാണുക തന്നെ ചെയ്യും. അതാണ് ഞാൻ ഇതുവരെ റെക്കോർഡ് ചെയ്യപ്പെട്ടു എന്ന പദം
പദം ഉപയോഗിക്കാനുള്ള കാരണം അവർ ലൈവായി അവർ പ്രവർത്തിക്കുന്നത് കാണുമെന്നാണ് അള്ളാഹു പറയുന്നത്. ഇനി നിങ്ങൾ ഊഹിച്ചു നോക്ക്, പുസ്തകം വായിക്കുന്നു എന്ന സങ്കല്പം മാറ്റിവെച്ച് നമ്മൾ ഇവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹുവിന്റെ മലക്കുകൾ റെക്കോർഡ് ചെയ്തിട്ട് ഒരു വീഡിയോ സഹിതം നമ്മൾക്ക് കാണിച്ചു തരികയാണെങ്കിൽ നിഷേധിക്കാൻ നമ്മൾക്ക് കഴിയുമോ ഇല്ലയോ? പുസ്തകം വായിച്ചാൽ നമ്മൾക്ക് പറയാം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന്, അവരെന്തൊക്കെയോ എഴുതി വെച്ചതാണെന്ന് പറയാം. പക്ഷെ ലൈവ് വീഡിയോ കാണിച്ചാൽ നീ ചെയ്യുന്നത്, രാവിലെ എണീക്കുന്നത് രാത്രി ഉറങ്ങുന്നത് വരെ നീ ചെയ്യുന്ന സകല പ്രവർത്തനങ്ങളും ഒരു വീഡിയോ ആയി കാണിച്ചു തന്നാൽ നിനക്ക് നിഷേധിക്കാൻ കഴിയുമോ? എന്റെ സുഹൃത്തുക്കളെ, എന്റെ ചെറുപ്പക്കാരെ, ഞാൻ പറയട്ടെ ഒരു ഉദാഹരണം. പള്ളിയുടെ ഭണ്ഡാരപ്പെട്ടി മോഷ്ടിച്ചുകൊണ്ട് ഒരാൾ കടന്നുപോയി. ഈ CC ക്യാമറ പരിശോധിച്ചു നോക്കി എപ്പോഴാണ് ഇന്നാലെന്ന ചുവന്ന വസ്ത്രം ധരിച്ച ഒരു കഷണ്ടിയായ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുന്നത് കാണാനിടയായത്. ആരാണ് ഈ ചുവന്ന വസ്ത്രക്കാരൻ, ആരാണ് ഈ കഷണ്ടിക്കാരൻ എന്നറിയാൻ വേണ്ടി നാട് നീളെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് ഒരാളെ കാണാനിടയായത്. അയാളുടെ രൂപവും CC ക്യാമറയിലുള്ള വീഡിയോയിലുള്ള ആളിന്റെ രൂപവും ഒരുപോലെയാണോ എന്ന് സൂക്ഷ്മമായി പരിശോധന നടത്തിയപ്പോൾ ഒരേയാളാണെന്ന് മനസ്സിലായി. അപ്പൊ അയാളോട് ചോദിച്ചു, നീ ഈ ഭണ്ഡാരപ്പെട്ടി പൊളിച്ചത് നീയാണോ, കൊണ്ടുപോയത് നീയാണോ? അയാൾ പറഞ്ഞു, ഞാൻ ആ പള്ളിയുടെ ഭാഗത്ത് വന്നിട്ടേ ഇല്ല. അയാൾ പറഞ്ഞു, ഞാൻ പള്ളിയുടെ ഭാഗത്ത് വന്നിട്ടില്ല, ഞാൻ ആ പള്ളിയുടെ ഭാഗത്ത് വന്നിട്ടില്ല, ഞാൻ ആ ഭണ്ഡാരപ്പെട്ടി തുറന്നിട്ടില്ല, എനിക്കറിയില്ല നിങ്ങളുടെ നാടേതാണെന്ന്, എനിക്കറിയില്ല നിങ്ങൾ എന്താണ് ഈ പറയുന്നത്. ഞാൻ അങ്ങ് കോഴിക്കോട്ടുകാരനായ ഒരാളാണ്, അങ്ങ് നിലമ്പൂരിലുള്ള നിങ്ങളുടെ പള്ളി പൊളിക്കാൻ ഞാൻ വരണോ എന്നൊക്കെ ചോദിച്ച് നിഷേധിക്കുകയാണ്. അപ്പോഴാണ് നിങ്ങളുടെ പള്ളിയിൽ സൂക്ഷിക്കപ്പെട്ട CC ക്യാമറയുടെ വീഡിയോ മൊബൈൽ ഫോൺ എടുത്തയാൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഇതാരാ? നിഷേധിക്കാൻ പറ്റുമോ ഇല്ലയോ നിങ്ങൾ പറ. അയാൾക്ക് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? എന്തുകൊണ്ട്? വീഡിയോ സഹിതം അയാൾ കാണുകയാണ്. അയാളുടെ രൂപമാണ്, അയാളുടെ വസ്ത്രമാണ്, അയാളുടെ തലയാണ്, അയാളുടെ കോലമാണ്. പിന്നെ എങ്ങനെയാണ് അയാൾ നിഷേധിക്കുന്നത്? അതേപോലെ അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നത് ലൈവായി അള്ളാഹു കാണിച്ചു കൊടുക്കുമെന്നാണ്. ജീവിതത്തിൽ പ്രായപൂർത്തി എത്തിയത് മുതൽ 15 വയസ്സ് മുതൽ 60 വയസ്സ് വരെ രാത്രിയും രാവിലെയും പകലും രാത്രിയും എന്നില്ലാതെ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും നമ്മൾ ചെയ്തു കൂട്ടിയ സകല നന്മകളും സകല തിന്മകളും അല്ലാഹു തആല റെക്കോർഡായി നമ്മൾക്ക് കാണിച്ചു തരുമ്പോ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾക്ക് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവിടെ എത്തുന്നതിനു മുമ്പേ ഡിലീറ്റ് ചെയ്യാനും മായ്ച്ചു കളയാനുമുള്ള ഓപ്ഷൻ നമ്മുടെ മുമ്പിലുണ്ട്. ആ പള്ളിയിലേക്ക് മോഷ്ടിക്കാൻ വന്ന കള്ളൻ ഒന്നുകിൽ CC ക്യാമറയെ തടഞ്ഞു വെച്ചിരുന്നുവെങ്കിൽ അയാൾക്ക് രക്ഷപ്പെടാമായിരുന്നു ദുനിയാവിന്റെ കോടതിയിൽ നിന്നല്ലേ. അതല്ലെങ്കിൽ ആ CC ക്യാമറ എവിടെയാണോ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അതിന്റെ ഫയലുകൾ ഡിലീറ്റ് ചെയ്തിരുന്നെങ്കിൽ അയാൾക്ക് രക്ഷപ്പെടാമായിരുന്നു. അതേപോലെ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തു കൂട്ടിയ സകല പാപങ്ങളുടെയും കഥകളൊക്കെ മായ്ച്ചു കളയാൻ, ഡിലീറ്റ് ചെയ്തു കളയാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പുഞ്ചിരിയോടെ നാളെ ലോകത്തോട് ഇവിടെ പറയാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നാളെ ഇതൊക്കെ എങ്ങനെ കഴുകിക്കളയാൻ പറ്റും എന്നുള്ള വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാം. ഇതൊക്കെ ഒന്ന് കഴുകിക്കളയണ്ടേ? ദിവസവും ആയിരക്കണക്കിന് തെറ്റ് ചെയ്യുന്ന നമ്മൾ 60 വയസ്സുകാരൻ 21,500 ദിവസം ജീവിക്കുന്ന ഒരു ആവറേജ് കൃത്യ ഷാർപ്പല്ല. 60 വയസ്സുവരെ ജീവിക്കുന്ന ഒരാൾ 21,500 ദിവസം ജീവിക്കുന്നുണ്ടെന്ന്. ഒരു ദിവസം ഒരു തെറ്റു ചെയ്താൽ അയാളുടെ ഏടിൽ 21,500 തെറ്റുണ്ടാവും. ഒരു ദിവസം ഒരു തെറ്റ്, ഒരു സെക്കൻഡിൽ ഒരു തെറ്റ് ചെയ്യുന്ന നമ്മുടെ തെറ്റത്തിനുണ്ടാവും. ഒരു മിനിറ്റിൽ ഒരു തെറ്റ് ചെയ്യുന്ന നമ്മുടെ തെറ്റത്തിനുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഒരു മിനിറ്റിൽ ഒരു തെറ്റ്. ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റ് ഉണ്ട്? ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റ് ഉണ്ട്? 60 മിനിറ്റ് ആണ് ഒരു മണിക്കൂർ, അല്ലെ? അപ്പൊ 60 തെറ്റ് ഒരു മണിക്കൂറിലായി. 10 മണിക്കൂറാകുമ്പോ 600 തെറ്റായി. ഒരു മിനിറ്റിൽ ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ 24 മണിക്കൂറാകുമ്പോൾ തെറ്റെത്തിലായി 1200 1800 ആയില്ലേ, അല്ലെ? 1200 1400 1500. ഒരു ദിവസം ഒരു മണിക്കൂറിൽ ഒരു തെറ്റാണ്, ഒരു മിനിറ്റ് ഒരു തെറ്റാണ്. അങ്ങനെ എത്ര തെറ്റുകൾ നമ്മുടെ ഏടുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അള്ളാഹു പുറത്തു തരട്ടെ. അള്ളാഹു നമ്മൾക്ക് മാപ്പ് നൽകട്ടെ. ബേജാറാവണ്ട, ഇതൊക്കെ പഠിച്ചോൻ പുറത്തു തരും. പഠിച്ചോൻ പറഞ്ഞാൽ ഒക്കെ ഞാൻ പുറത്തു തരാം. പിന്നെന്തിന് ബേജാറ്? പിന്നെന്തിനാ ബേജാറ്? കുല്ലു ബനി ആദം ഖത്വാഉൻ. നിങ്ങളൊക്കെ തെറ്റുകാരൻ, നമ്മളൊക്കെ തെറ്റുകാരൻ. അള്ളാഹ്ക്ക് ഇഷ്ടാരോടാ? നമ്മളൊക്കെ തെറ്റുകാരൻ. കുല്ലു ബനി ആദം ഖത്വാഉൻ. ആദം സന്തതികൾ, ആദമിന്റെ മക്കളൊക്കെ തെറ്റുകാരാണ്. ഇതിൽ ആരാണ് അള്ളാഹ്ക്ക് ഇഷ്ടം? ഖൈറുൽ ഖത്വാഈന അത്തവ്വാബൂൻ. ഈ തെറ്റുകാരിൽ തൗബ ചെയ്യുന്നവരെ പടച്ചോന് വല്ലാതെ ഇഷ്ടമാണ്.
തൗബ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ തെറ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്യുന്നവരെ പഠിച്ചോൻ ഇഷ്ടമാണ്.